പെരുമ്പാവൂരിൽ 2020 സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച നടി ലക്ഷ്മിപ്രിയയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കിയിരുന്നു. പകരം കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ജിബി പാത്തിക്കലാണ് പെരുമ്പാവൂരിൽ NDA സ്ഥാനാർത്ഥി. തന്റെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാർ മൂലമാണ് പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. താരം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ തനിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ബുള്ളിയിങ് നടക്കുന്നുണ്ടെന്നും ഇത് തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ലക്ഷ്മിപ്രിയ പങ്കുവച്ച പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിനെയോ എന്റെ ചുറ്റിലുമുള്ള പലതരം മനുഷ്യർക്കോ നാളിതുവരെ യാതൊരു ഉപദ്രവവും എന്റെ ഓർമ്മയിൽ എന്നെക്കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് എന്റെ വിശ്വാസം. പകരം എല്ലാവരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ വരുമാനത്തിൽ നിന്നും എന്നെക്കൊണ്ടാവും പോലെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുപ്പം മുതൽ സ്വർണ്ണ സ്പൂണിൽ കോരി ആരും ഒന്നും തന്നിട്ടില്ല. ആരിൽ നിന്നും അത് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുമില്ല. ആഗ്രഹം തോന്നിയതൊക്കെ സ്വയം അധ്വാനിച്ച് നേടി. ഒന്നും ഏറെ വേണമെന്ന അത്യാഗ്രഹവുമില്ല. ലഭിച്ച എല്ലാത്തിനും നന്ദിയും കൃതാർത്ഥതയും ഉള്ളവളാണ്. എൻ്റെ സൗഹൃദങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവരുണ്ട്. ജാതിയും മതവും നോക്കി മനുഷ്യരോട് നാളിതുവരെ ഇടപെട്ടിട്ടില്ല. സൗഹൃദത്തിൽ എല്ലാ മതസ്ഥരുമുണ്ട്. വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. ആണും പെണ്ണും ട്രാൻസ് മനുഷ്യരുമുണ്ട്. ആരുടെയും ജാതിയും മതവും രാഷ്ട്രീയവും ജെൻഡറും അവിശ്വാസപരമായതൊന്നും സൗഹൃദങ്ങളിൽ മാനദണ്ഡമായിട്ടില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയും ഒരു വ്യക്തിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. അത് എനിക്കും ബാധകമാണ്. പിന്നെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ നിലപാടുകളെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഘോരം പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ മേൽ ഇത്രയധികം സൈബർ ബുള്ളിങ് അഴിച്ചുവിടാൻ സാധിക്കുന്നത്? കേവലം രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ പേരിലും മതത്തിന്റെ അന്തരത്തിന്റെ പേരിലും ചില പ്രത്യേക മതസ്ഥരുടെ നിലവിളികളാണ് പേജുകളിൽ. അല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിങ്ങൾ, ഒരുപക്ഷെ ഇനി ഒരിക്കലും തമ്മിൽ കാണാൻ പോലും സാധ്യതയില്ലാത്ത നിങ്ങൾ ഇത്രമാത്രം അധിക്ഷേപിക്കാൻ രാഷ്ട്രീയവും മതവും അല്ലാത്തതൊന്നും കാരണങ്ങളല്ല. എന്നോട് മറ്റു ശത്രുത ഉണ്ടാവാനുള്ള കാരണങ്ങളുമില്ല. റിയാക്ഷൻ വീഡിയോസ് കണ്ടു. ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മോശം തംബ്നെയിൽ ഉണ്ടാക്കി കഞ്ഞി കണ്ടെത്തുന്ന യൂട്യൂബർമാർക്കും ലക്ഷ്മിപ്രിയ നല്ലൊരിരയാണ്. ഈ പ്രസക്ത സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഇനിയും ഇതൊരു തുടർക്കഥയാക്കുന്നു എങ്കിൽ തീർച്ചയായും അർഹമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്. കാര്യം അറിയാതെ അധിക്ഷേപം ചൊരിയുന്നവർക്ക് ഒരു നാണയം പോലും വാങ്ങാതെയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവേശനം. നടന്മാരായ ശ്രീ ഇന്നസെന്റ്, മുകേഷ്, ജഗദീഷ്, ഗണേഷ് കുമാർ, രമേശ് പിഷാരടി തുടങ്ങിയവരൊക്കെ അവരുടെ രാഷ്ട്രീയ അനുഭവം കൊണ്ടും ഞാനും വീണ നായരും കാശ് വാങ്ങിച്ചുമല്ലേ? അങ്ങനെ പറയുന്നവർ തെളിവ് ഹാജരാക്കി പറയണം. ഇല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കും. 2. ഇന്ത്യയിലെ എല്ലാ പെൺമക്കളുടെയും അച്ഛൻ നരേന്ദ്രമോദിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെറൈറ്റി മീഡിയ റിപ്പോർട്ടറോട് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു അച്ഛനെ പോലെ പെൺമക്കൾക്ക് വേണ്ടതുപോലെ എല്ലാം ചെയ്യുന്നു എന്നാണ്. പോലെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 3. സുരേഷ് ഗോപി അല്ലാതെ മോഹൻലാലൊക്കെ പ്രചരണത്തിന് വരുമോ എന്ന് പ്രസ് മീറ്റ് കഴിഞ്ഞ് ചോദിച്ചവരോട് ലാലേട്ടൻ മാത്രമല്ല മമ്മൂക്കയും സിദ്ദിഖിക്കയും ദിലീപേട്ടനും ജയറാമേട്ടനും ഒക്കെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ് ചിരിച്ചുകൊണ്ട് ഞാൻ തമാശയായി പറഞ്ഞത്. വാർത്തകൾ വളച്ചൊടിക്കുന്നതിന് മുൻനിര പിൻനിര മാധ്യമപ്രവർത്തകർ എന്നൊന്നുമില്ല. ക്യാമറയും മൈക്കും കാണുന്നത് തന്നെ പേടിയാണ്. ചുമ്മാതല്ല മുഖ്യമന്ത്രി കടക്ക് പുറത്ത് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഈ നാട്ടിലെ മതേതരെ കാണാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിന്റെയോ ഞാനുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയോ ചുവടെ മാത്രം പോയാൽ മതി. ഞാൻ ഭാരതീയ ജനതാ പാർട്ടി അനുഭാവിയാണ്. 2020 NDA ഘടകകക്ഷി ആയതുകൊണ്ട് 2020 മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഈ നാടിന് ഗുണമുള്ളത് കൊണ്ടും തന്നെയാണ് ഞാൻ അതിലേക്ക് വന്നത്. മേലിലും അങ്ങനെയായിരിക്കും. ഇനി സജീവ പാർട്ടി പ്രവർത്തനം ഉണ്ടായിരിക്കും. 4 ചുവർ നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ എന്നെപ്പോലെ ഉള്ളവരെ ബുള്ളിങ് നടത്തി സംതൃപ്തി നേടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരികളിലൂടെ മുന്നോട്ടാണ്. നാളെ മുതൽ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. എൻ്റെ മതവും രാഷ്ട്രീയവും എൻ്റെ നിലപാടാണ്. നിങ്ങൾക്കും എനിക്കും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ വോട്ടർ പട്ടികയിൽ ഫോം 6 പ്രകാരം പേര് ചേർക്കാൻ കഴിയും. ഓൺലൈനായി രേഖകൾ സമർപ്പിച്ചാൽ നോമിനേഷൻ അവസാന തീയതിയായ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് പേര് ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം പേര് ചേർക്കാൻ കഴിയുമോ എന്ന സംശയമുള്ളതിനാലാണ് ലക്ഷ്മിപ്രിയയെ മാറ്റിയത്. തൃപ്പൂണിത്തറ കരിങ്ങാലിച്ചിറയിലാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ താമസിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ലക്ഷ്മിപ്രിയയുടെ പേരില്ലെന്ന വിവരം പുറത്തുവരികയായിരുന്നു. തൃക്കാക്കരയിൽ ഫ്ളാറ്റിനുണ്ടായിരുന്ന പ്രദേശത്ത് പേര് ലിസ്റ്റിലില്ല എന്നാണ് വിവരം.